ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. അതീവ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാജേഷ്, കടലിൽ കാണാതായ നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ, പുല്ലുവിളയിലെ ജോൺ, ഇവരുടെ എല്ലാം കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് ഒന്നും ആശ്വാസം ആവില്ലെങ്കിലും അവരുടെ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നു സഹതപിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. അവരെല്ലാവരും, ആ കുടുംബങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇപ്പോഴും ഒരു അനിശ്ചിതത്വം ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മരണമടയുന്നത് കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളവരാണ്. അതോടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നത് സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പം അങ്ങനെ നിരാലംബമാകുന്നൊരവസ്ഥ കുടുംബങ്ങൾക്കുണ്ടാകരുത്. ചിലർ ജീവിതത്തിൻ്റെ ഭാഗമായി കടങ്ങളെടുത്തിട്ടുണ്ട്. വലിയ കടബാധ്യത ഉള്ളവരുണ്ട്. അതോടൊപ്പം താമസിക്കാൻ സൗകര്യപ്രദമായ വീടില്ലാത്തവരുണ്ട്. അപ്പം ഇത്തരം കുടുംബങ്ങളെ പ്രത്യേകമായി തന്നെ കണക്കിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിലൊരു പുതുമയൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികളുണ്ട്. ആ നടപടികൾ തുടരുകയാണ് ഏറ്റവും പ്രധാനം. ഈ കാലാനുസൃതമായി പഴയതിൽ നിന്ന് എന്തെങ്കിലും പുരോഗതി, അതായത് കൂടുതൽ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ്. ഇവിടെ വീടില്ലാത്തവർ, അവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണം. കടബാധ്യത ഉള്ളവരുടെ കടം തീർക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം. അതോടൊപ്പം കുടുംബത്തിൻ്റെ താങ്ങാണ് ഇല്ലാതായിട്ടുള്ളത്, കുടുംബനാഥൻ. അത് ഒന്നുകൊണ്ട് നികത്താനാവില്ലെങ്കിലും കുടുംബത്തിലുള്ള ഒരാൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറാവണം. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ കാര്യങ്ങളാണ്. അത് നടപ്പാക്കുന്നതിന് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. രാജേഷിൻ്റെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് തൊഴിൽ എന്നതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം
സർക്കാർ ചെലവിൽ സർക്കാർ ആ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കണം. വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായം സർക്കാർ നൽകണം. മറ്റു കുടുംബങ്ങൾക്കും ഈ തരത്തിലുള്ള സഹായം തന്നെയാണ് ആവശ്യം.